സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് 2012 ഒരു ഹൈസ്കൂൾ ക്ലാസ് മുറിയാണ്. നമ്മുടെ നായകൻ യോശുവിന്റെ ക്ലാസ് റൂമാണത്. നേർക്കുനേരെ അവനെ കണ്ടാൽ അപ്പോൾ വഴക്കിടുന്ന ഒരു ഫ്രണ്ട് അവനുണ്ട്. അവളാണ് സോങ്. സോങ് അത്യാവശ്യം നല്ലൊരു ചട്ടമ്പി കല്യാണിയാണ്. ഫുൾ ടൈം അവൾ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ ലോകാവസരത്തെക്കുറിച്ച് തനിക്കുള്ള അറിവ് കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയാണ് അവൾ. യോശു ക്ലാസ്സിലെ അത്യാവശ്യം നല്ല ഉഴപ്പനാണ്. ഡെസ്കിൽ തലവെച്ച് മയങ്ങുമ്പോഴാണ് സോങ്ങിന്റെ പുളുവടി അവൻ കേട്ടത്. ലോകം അവസാനിക്കുന്ന നമ്മുടെ തലയിലേക്കൊക്കെ ഉൽക്ക വന്ന് പതിച്ചായിരിക്കുമെന്ന് സോങ് പറയുന്നു. പക്ഷെ ആ സമയത്ത് അവളുടെ തലയിൽ വന്ന് വീണത് ബാസ്കറ്റ്ബോൾ ആണ്. ഉറങ്ങാൻ സമ്മതിക്കാതെയുള്ള അവളുടെ തള്ളുകെട്ട് സഹിക്ക് വയ്യാതെ യോശു എറിഞ്ഞതാണ്. സോങ് അവരോട്ട് തിരിച്ചു കൊടുക്കാൻ ഒരുങ്ങിയെങ്കിലും എല്ലാവരും കൂടി അവളെ പിടിച്ചു നിർത്തുന്നു. അപ്പോഴേക്കും സാർ എത്തിയതുകൊണ്ട് തൽക്കാലത്തേക്ക് അവൾ അടങ്ങുന്നു. ആ പീരീഡ് അവളുടെ ക്ലാസ്സിലേക്ക് പുതിയൊരു സ്റ്റുഡന്റ് വരുന്നുണ്ട്. അവളാണ് നമ്മുടെ ഹീറോയിൻ ഷാങ്ഷി. അവൾ ക്ലാസ്സിലെത്തിയത് മുതൽ യോശുവിനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ നോക്കുന്നത് കൊണ്ട് തന്നെ യോശുവും അവളെ ശ്രദ്ധിക്കുന്നു. സോങ്ങിന്റെ തൊട്ടടുത്ത സീറ്റിലാണ് അവൾ ചെന്നിരുന്നത്. സോങ് ഈ സമയം സാറിന്റെ കണ്ണിൽപ്പെടാതെ ബാസ്കറ്റ്ബോൾ എടുത്ത് യോശുവിന്റെ തലയിലേക്ക് എറിഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് അവൻ ക്ലാസ്സിൽ നിന്ന് ബാസ്കറ്റ്ബോൾ കളിക്കുകയാണെന്ന് സാറിനോട് വിളിച്ചു പറയുന്നു. യോശു അവളെ തിരിച്ചറിയാനായി ബോളും കയ്യിലെടുത്ത് ചാടി എഴുന്നേറ്റപ്പോഴാണ് സാർ തിരിഞ്ഞു നോക്കിയത്. അവന് പണി കൊടുക്കാനാണ് അവൾ അങ്ങനെ ചെയ്തതെങ്കിലും പണി കിട്ടിയത് രണ്ടുപേർക്കും കൂടിയാണ്. പണിഷ്മെന്റായി അടുത്ത 3 ദിവസത്തേക്ക് ലഞ്ച് ബ്രേക്കിന് സ്പോർട്സ് റൂം ക്ലീൻ ചെയ്യാൻ അവനും ലൈബ്രറി ക്ലീൻ ചെയ്യാൻ അവൾക്കും സാർ ഡ്യൂട്ടി കൊടുക്കുന്നു. രണ്ടുപേരും പിന്നെയും പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങിയെങ്കിലും രണ്ടുപേരെയും സാർ വഴക്ക് പറഞ്ഞ് അടക്കിയിരുത്തുന്നു. ക്ലാസ് ടൈമിലും ഷാങ്ഷി യോശുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. യോശു സ്റ്റോർ റൂം ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ സഹായത്തിന് അവൻ്റെ ഫ്രണ്ട് ജിയാങ്വു കൂടി പോകുന്നുണ്ട്. ജിയാങ്വുവിനോട് സോങ്ങിന് ഒരു ക്രഷുണ്ട്. ഷാങ്ഷി വന്നപ്പോൾ മുതൽ യോശു അവളെ തന്നെ നോക്കിയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണോ എന്ന് ചോദിച്ച് അവൻ യോശുവിനെ കളിയാക്കുന്നുണ്ട്. ലവ് സെറ്റാക്കാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു സിനിമയുടെ CD-യും ലൈബ്രറിയിൽ വെച്ച് അവൻ യോശുവിന് നൽകുന്നു. ലൈബ്രറി ക്ലീൻ ചെയ്യാനും സോങ് അത് കാണുന്നുണ്ട്. അവൾ നൈസായി അവരുടെ ഇടയിൽ കയറി മൊത്തത്തിൽ അലമ്പാക്കുന്നുണ്ട്. ജിയാങ്വു വളരെ കഷ്ടപ്പെട്ടാണ് രണ്ടിനെയും പിടിച്ചു മാറ്റിയത്. അടുത്ത ദിവസം തന്നെ സിനിമയിൽ കണ്ട 1-2 നമ്പർ ട്രൈ ചെയ്ത് നോക്കാൻ യോശു ഇറങ്ങിത്തിരിക്കുന്നു. അവനൊരു ജ്യൂസൊക്കെ വാങ്ങി നമുക്ക് ഫ്രണ്ട്സ് ആയാലും എന്ന് ചോദിച്ച് അത് ഷാങ്ഷിക്ക് നീട്ടുന്നു. അവളത് വാങ്ങാൻ മടിച്ചിരുന്നപ്പോൾ ഞാൻ സ്ട്രോ ഇട്ട് തരാമെന്ന് പറഞ്ഞ് സ്ട്രോ ഇട്ട് അവൻ അത് അവളുടെ മുന്നിലേക്ക് പിടിച്ചപ്പോഴേക്കും സ്ട്രോയിലൂടെ ജ്യൂസ് തെറിച്ച് അവളുടെ യൂണിഫോമിൽ വീഴുന്നു. ഷാങ്ഷി ഒന്നും പറയാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. സോറി പറയുന്നേ അവൻ പുറകെയും. തിരിഞ്ഞു നോക്കി ഓടുന്നതിനിടയിൽ അവൾ അതുവഴി വന്ന സോങ്ങിനെയും മറ്റൊരു ഫ്രണ്ടിനെയും കണ്ട് നിന്നെങ്കിലും പുറകെ വന്ന് യോശു ബ്രേക്ക് കിട്ടാതെ അവരെ 3 പേരെ ഇടിച്ചിട്ട് താഴെ വീഴുന്നു. ആദ്യ നമ്പർ പരാജയപ്പെട്ടപ്പോൾ അവൻ അടുത്തത് ട്രൈ ചെയ്ത് നോക്കുന്നു. ക്ലാസ് ടൈമിൽ അടുത്തിരുന്ന കുട്ടികൾ വഴി ഷാങ്ഷിക്ക് അവനൊരു ലെറ്റർ പാസ് ചെയ്യുന്നു. ഷാങ്ഷി ലെറ്റർ തുറന്ന് വായിച്ച ശേഷം ഡെസ്ക്മേറ്റായ സോങ് ഇത് കാണിക്കുന്നു. ഫ്രണ്ട്സ് ആക്കാൻ വേണ്ടി ക്ലാസ് കഴിഞ്ഞ് ഒരു സിനിമയ്ക്ക് പോകാം എന്നായിരുന്നു അതിൽ. സോങ്ങിന്റെ കയ്യിൽ കിട്ടിയതല്ലേ, അവൾ വെറുതെ വിടുമോ? യോശു ലെറ്റർ കൊടുത്ത് കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്നെന്ന് അവൾ ടീച്ചറോട് വിളിച്ചു പറയുന്നു. ടീച്ചറുടെ വായിൽ നിന്ന് അവനെ ശരിക്കും കേൾക്കുന്നുണ്ട്. അന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അവൾ ഷാങ്ഷിയെ വഴിയിൽ പിടിച്ചു നിർത്തി ക്ലാസ്സിൽ വെച്ച് കാണിച്ച മണ്ടത്തിന് സോറി പറഞ്ഞിട്ട് മറ്റൊരു ലെറ്റർ അവൾക്ക് നീട്ടുന്നു. അത് കണ്ടുകൊണ്ട് അവിടേക്ക് ഒന്ന് സോങ് ഇടപെടാൻ തുടങ്ങിയെങ്കിലും ജിയാങ്വു അവളെ പിടിച്ചു നിർത്തുന്നു. അവൻ അവളുടെ കയ്യിലാണ് പിടിച്ചത്. അതുകൊണ്ട് മാത്രം സോങ് അടങ്ങി നിൽക്കുന്നുണ്ട്. അത് മനസ്സിലായപ്പോൾ പക്ഷേ ജിയാങ്വു പിടിവിടുന്നു. എനിക്ക് നിന്നോട് ഫ്രണ്ട്സ് ആവണം എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് യോശു ഷാങ്ഷിയോട് പറഞ്ഞെങ്കിലും ആരുടെ ഫ്രണ്ട്സ് ആക്കാൻ വേണ്ടിയല്ല ഞാൻ ഇവിടേക്ക് വന്നത്. എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ നന്നായി പഠിക്കാനാണ്. ഇനി മേലിൽ എൻ്റെ പുറകെ വരരുത് എന്ന് പറഞ്ഞ അവൾ ലെറ്റർ വലിച്ചീറി കളഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഷാങ്ഷി ഇപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. വീട്ടിലേക്ക് പോകുന്ന വഴി അവൾ അമ്മയെ ഫോൺ വിളിച്ച് എനിക്ക് ഒരിക്കൽ കൂടി സ്കൂൾ മാറാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കേണ്ട, മരുന്ന് കൃത്യസമയത്ത് കഴിക്കണം, നന്നായി പഠിക്കണം, സ്കൂൾ മാറുന്നതിനെ കുറിച്ചൊന്നും തൽക്കാലം ആലോചിക്കേണ്ട എന്ന് പറഞ്ഞ് അമ്മ ഫോൺ വയ്ക്കുന്നു. വീക്കെൻഡ് ആയിരുന്നതുകൊണ്ട് പിന്നീട് തിങ്കളാഴ്ചയാണ് എല്ലാവരും സ്കൂളിലെത്തിയത്. തീരെ പ്രതീക്ഷിക്കാതെ ലെറ്റർ കൊടുത്തതുകൊണ്ടായിരിക്കും ഷാങ്ഷി അങ്ങനെയൊക്കെ പ്രതികരിച്ചത്. അവളോട് സോറി പറയേണ്ടി വരുമോ എന്നൊക്കെ യോശു ജിയാങ്വുവിനോട് പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് നടക്കുമ്പോഴാണ് മുന്നിൽ ഷാങ്ഷിയെ കണ്ടത്. അവനോടി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പെട്ടെന്ന് അവൻ തല ചുറ്റുന്ന പോലെ കാഴ്ച എന്ന് ബ്ലറായെങ്കിലും പെട്ടെന്ന് തന്നെ അത് ശരിയാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിന് അവൻ സോറി പറഞ്ഞപ്പോൾ അവൻ ആരാണെന്ന് പോലും അറിയാത്ത മട്ടിലാണ് അവൾ പ്രതികരിച്ചത്. എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറഞ്ഞ് അവൾ ക്ലാസ്സിലേക്ക് നടക്കുന്നു. ലെറ്റർ കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് ഇത്രയും മോശമായി പ്രതികരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് യോശുവും ജിയാങ്വും കൂടി അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് സോങ് അവിടെ എത്തിയത്. വിവരം പറഞ്ഞപ്പോൾ അവളും അന്തം വിടുന്നുണ്ട്. അന്ന് ക്ലാസ്സിൽ വെച്ച് ഷാങ്ഷി ആരെയും മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. ഇടയ്ക്ക് അവൾ പുറത്തേക്ക് പോകുന്നത് കണ്ട് അവളെ ഫോളോ ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ യോശുവും ജിയാങ്വും കൂടി നിൽക്കുമ്പോഴാണ് സോങ്ങും അവർക്കരികിലേക്ക് വന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം വരുന്നു എന്ന് പറഞ്ഞത്. അന്ന് സ്റ്റാഫ് റൂമിൽ വെച്ച് സാർ അവളുടെ പാഷനെ കുറിച്ചൊന്നും സംസാരിക്കുന്നത് സോങ് കേട്ടിരുന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്കും തോന്നുന്നതിനാൽ അതിനെക്കുറിച്ച് വിശദമായി അറിയാനാണ് അവൾ അവർക്കൊപ്പം കൂടിയത്. അവർ 3 പേരും കൂടി ഷാങ്ഷിയുടെ അടുത്തെത്തി അവൾ എന്തിനാണ് യോശുവിനെ അറിയില്ലാതെ കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുന്നു. പക്ഷേ ക്ലാസ്മേറ്റ്സ് ആണ് എന്നതിനപ്പുറം അവർ പറഞ്ഞ സംഭവങ്ങളൊന്നും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അവൾ പറയുന്നതൊന്നും അവർ വിശ്വസിക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ തനിക്കുണ്ടായ ഒരു അപകടത്തെക്കുറിച്ച് അവൾ അവരോട് പറയുന്നു. അപകടത്തിന് ശേഷം അവൾക്ക് കുറെ കാലം ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു. അസുഖഭേദമായി മടങ്ങിയെത്തി സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് 7 ദിവസത്തിൽ കൂടുതൽ കൂട്ടുകാരെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ നിൽക്കുന്നില്ല എന്ന പ്രശ്നം അവൾ തിരിച്ചറിഞ്ഞത്. 7 ദിവസം കഴിയുമ്പോൾ എത്ര ഫ്രണ്ട്സ് ആയിരുന്നാലും പുതിയൊരാളെ കാണുന്ന പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്യാറുള്ളത്. അവളുടെ രൂപമോ അവരുമായി ഇടപെട്ടതോ
ഒന്നും അവളുടെ ഓർമ്മയിൽ ഉണ്ടാകില്ല. അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് വിശ്വസിക്കാത്തത് കൊണ്ട് അവളുടെ കൂട്ടുകാരെല്ലാം അവളോട് പിണങ്ങിയിരുന്നു. അങ്ങനെയാണ് അവൾ സ്കൂൾ മാറാൻ തീരുമാനിച്ചത്. ഇങ്ങനൊരു പ്രശ്നമുള്ളത് കൊണ്ട് നിങ്ങളുമായി ഫ്രണ്ട്സ് ആക്കാൻ എനിക്ക് കഴിയില്ല. ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ടാകില്ല. ഓരോ തിങ്കളാഴ്ച കഴിയുമ്പോഴും ഞാൻ നിങ്ങളെ മറന്നു പോകുമെന്ന് അവൾ പറയുന്നു. യോശുവിനും സോങ്ങിനും അവൾ പറഞ്ഞത് വിശ്വാസമായെങ്കിലും ജിയാങ്ങുവിന് വിശ്വാസമായില്ല. അവൻ തെളിവ് ചോദിച്ചപ്പോൾ അവൾ ബാഗിൽ നിന്ന് കുറച്ച് മരുന്നൊക്കെ അവരെടുത്ത് കാണിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞത് സത്യമാണ്. അത് കേട്ട് എന്നോട് ഫ്രണ്ട്സ് ആക്കാനുള്ള ഐഡിയ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് അവൾ പറയുന്നു. യോശു അത്ര പെട്ടെന്ന് പ്രതീക്ഷ കൈവിടുന്ന കൂട്ടത്തിലല്ല. നിനക്ക് ഒരാഴ്ച മാത്രമേ ഞങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ 1 വീക്ക് ഫ്രണ്ട്സ് ആകാം എന്നവൻ പറയുന്നു. ആരുമായും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ ട്രാൻസ്ഫറായി ഇങ്ങോട്ടേക്ക് വന്നത്. കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പഠിക്കാനാണ്. എനിക്ക് മറ്റൊന്നിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഷങ്ഷി അവിടെ നിന്ന് പോകുന്നു. ബാക്കിയുള്ളവർ നിരാശരായെങ്കിലും യോശു അപ്പോഴും നല്ല സന്തോഷത്തിലായിരുന്നു. ഫ്രണ്ട്സിനെ മറന്നു പോകുമെന്നല്ലേ അവൾ പറഞ്ഞത്. അപ്പോൾ നമ്മളെ മറക്കാൻ കാരണം അവൾ നമ്മളെ ഫ്രണ്ട്സായി കരുതാൻ തുടങ്ങിയത് കൊണ്ടാണ് എന്നവൻ സന്തോഷത്തോടെ പറയുന്നു. അടുത്ത ദിവസം മുതൽ അവളുടെ മെമ്മറി പവർ കൂട്ടാൻ പറ്റുന്ന പല പണികളും അവൻ ചെയ്യാൻ തുടങ്ങുന്നു. മെമ്മറി പവർ കൂട്ടാൻ സഹായിക്കുന്ന ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുക, പാട്ട് കേൾപ്പിക്കുക, ഡാൻസ് ചെയ്യുക, അങ്ങനെ പല പണികളും അവൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ്. ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ജിയാങ് പറയുന്നു. ഒരു ദിവസം അവൻ രാവിലെ സ്കൂളിലേക്ക് വന്ന വഴി സൈക്കിൾ ചെയിൻ കാക്കിയത് ശരിയാക്കുന്നതിനിടയിൽ അവൻ്റെ കയ്യിൽ ചെറിയ മുറിവുണ്ടാകുന്നു. അത് കണ്ടുകൊണ്ട് അതുവഴി വന്ന ഷങ്ഷി ആദ്യം കുറെ സംശയിച്ചെന്നെങ്കിലും അവസാനം അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനൊരു ബാൻഡേജ് നൽകുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവളുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അവൻ കുറെ റിസർച്ച് നടത്തിയിരുന്നു. അവൾ പോകുന്നതിന് മുമ്പ് അതിൻ്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് തയ്യാറാക്കിയ ഒരു ബുക്ക് അവൻ അവൾക്ക് നൽകുന്നു. മാത്രമല്ല, നീ എന്നെ ഫ്രണ്ടായി കരുതിയത് കൊണ്ടാണ് എൻ്റെ മുഖം മറന്നുപോയത് എന്നും അവൻ പറയുന്നു. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആയാലും അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. വീണ്ടും ഞാൻ നിന്നെ മറന്നു പോകില്ല എന്ന് അവൾ ചോദിച്ചപ്പോൾ, നീ എന്നെ മറക്കാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെന്ന് ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചു നോക്കാം എന്നവൻ പറയുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു ഐഡിയ കിട്ടിയെന്ന് പറഞ്ഞ് അവൻ അവളെ നിർബന്ധിച്ച് സൈക്കിളിൽ കയറ്റി ഒരു ബുക്ക് സ്റ്റോറിലേക്ക് കൊണ്ടുപോകുന്നു. അവൾക്കൊരു ഡയറി വാങ്ങിക്കൊടുക്കുകയാണ് അവൻ്റെ ഉദ്ദേശം. ഇന്നു മുതൽ എല്ലാ ദിവസവും ഫ്രണ്ട്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നീ ഒരു ഡയറിയിൽ എഴുതി വെക്കുകയാണെങ്കിൽ ഓരോ ആഴ്ചയും നീ അവരെ മറന്നുപോയാലും ഡയറി നോക്കി നിനക്ക് അവരെക്കുറിച്ച് ഓർത്തെടുക്കാൻ സാധിക്കുമെന്ന് അവൻ പറയുന്നു. കോളേജ് എൻട്രൻസ് എക്സാമിന് വേണ്ടി അവൻ നന്നായി പഠിക്കാമെന്ന് വാക്ക് തരാമെങ്കിൽ അവൻ പറയുന്ന പോലെ ഫ്രണ്ട് ആകാമെന്ന് അവൾ സമ്മതിക്കുന്നു. പഠിക്കാൻ നീ കൂടി സഹായിച്ചാൽ മതി, നന്നായി പഠിക്കാൻ ശ്രമിക്കാമെന്ന് അവന് ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ ഒരു ഡയറി വാങ്ങി അവർ അവിടെ നിന്ന് പോകുന്നു. അന്ന് തന്നെ സ്കൂളിൻ്റെ റൂഫ് ടോപ്പിലുള്ള ഒരു സീക്രട്ട് ഹൈഡ് ഔട്ട് പ്ലേസിൽ അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പഴയ ആസ്ട്രോണമി ക്ലാസ് ആയിരുന്നു അത്. ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. അതിൻ്റെ ക്ലീനിങ് ചാർജ് അവനാണ്. അതിപ്പോൾ അവൻ ഒരു സീക്രട്ട് ഹൈഡ് ഔട്ട് ആയി ഉപയോഗിക്കുകയാണ്. നിനക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വന്നിരിക്കാം, ആരും ശല്യപ്പെടുത്തുകയില്ല എന്നവൻ അവളോട് പറയുന്നു. അവളത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഫ്രണ്ട്സ് ആകുന്നു. അവൾക്ക് വാക്ക് കൊടുത്തനുസരിച്ച് അവൻ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അവൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അവൾ അവനെ പഠിക്കാൻ സഹായിച്ചിരുന്നത് അവിടെ ഇരുന്നാണ്. അധികം വൈകാതെ അവർക്കിടയിലേക്ക് ജിയാങ്ങും സോങ്ങും കൂടി എത്തുന്നു. സോങ്ങിനെ സീക്രട്ട് പ്ലേസിലേക്ക് കൊണ്ടുവന്നത് യോശുവിന് ആദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജിയാങ്ങുവിനെ ഓർത്ത് അവൻ ക്ഷമിക്കുന്നു. സോങ് ലോകാവസാനം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതിനാൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഡിസംബർ 21 നമുക്കിവിടെ ഒരു ഷെൽട്ടറായി ഉപയോഗിച്ചാലെന്ന് അവൾ ചോദിക്കുന്നു. പക്ഷെ മറ്റാർക്കും അതിൽ വിശ്വാസമില്ലാത്തതിനാൽ ആരും അതിനെ അനുവദിക്കുന്നില്ല. എങ്കിൽ പിന്നെ ലോകം അവസാനിച്ചാലും ഇല്ലെങ്കിലും നമുക്കന്ന് വെറുതെ ഇവിടെ ആഘോഷിക്കാം എന്നവൾ പറഞ്ഞത് എല്ലാവരും അംഗീകരിക്കുന്നു. അതിനുവേണ്ടി അവർ ആ സ്ഥലം വൃത്തിയാക്കാൻ തുടങ്ങുന്നു. പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. എല്ലാ തിങ്കളാഴ്ചയും ഷങ്ഷി അവരെ മറന്നു പോകും. ഓരോ ആഴ്ചയും തൻ്റെ മുഖം അവൾ മറക്കാതിരിക്കാൻ വേണ്ടി യോശു പുതിയ എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടുപിടിച്ച് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അവൻ കാണിക്കുന്ന ഓരോന്നും അവൾ തൻ്റെ ഡയറിയിൽ ചിത്രം സഹിതം വരച്ചു വെക്കാറുണ്ട്. അതുകൊണ്ടിപ്പോൾ ഓരോ ആഴ്ചയും അവരെ തിരിച്ചറിയാൻ അവൾക്ക് പഴയതുപോലെ ബുദ്ധിമുട്ടില്ല. മോക്ക് എക്സാം കഴിഞ്ഞ ദിവസം എല്ലാവരും കൂടി ഒരു ചെറിയ പാർട്ടി നടത്തുന്നുണ്ട്. ആ സമയത്ത് ഹയർ സ്റ്റഡീസിനെ കുറിച്ചും അവർ ചർച്ച ചെയ്യുന്നു. ഷങ്ഷിക്ക് സൈക്കോളജി മെയിൻ എടുക്കാനാണ് താല്പര്യം. മാത്സ് അവൾക്ക് വളരെ നന്നായി അറിയാവുന്നതുകൊണ്ട് അത് എടുക്കാതിരിക്കുന്നത് നഷ്ടം തന്നെയല്ലേ എന്ന് ജിയാങ്കു ചോദിച്ചപ്പോൾ, മുമ്പ് എനിക്കും മാത്സ് വളരെ പാടായിരുന്നു, എൻ്റെ ഫ്രണ്ട് കാരണമാണ് മാത്സ് ഞാൻ നന്നായി പഠിച്ചതെന്ന് അവൾ പറയുന്നുണ്ട്. ജിയാങ്കു അവൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന ബെയ്ജിങ്ങിൽ എന്തെങ്കിലും കോളേജിൽ ചേരാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ, എങ്കിൽ പിന്നെ നിന്നെ ഫോളോ ചെയ്ത് ഞാനും അവിടേക്ക് വരുമെന്ന് സോങ് പറയുന്നു. യോശുവിൻ്റെ ഇപ്പോഴത്തെ പഠന നിലവാരം വെച്ച് അവന് കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ലാത്തതിനാൽ അവരോട് മാത്രം അതിനെക്കുറിച്ച് ആരും ചോദിക്കുന്നില്ല. ഷങ്ഷി പഠിക്കാൻ സഹായിക്കുന്നത് കൊണ്ട് ഞാൻ ഉറപ്പായും കോളേജിൽ അഡ്മിഷൻ നേടും എന്നവൻ എല്ലാവരോടുമായി പറയുന്നു. അടുത്ത ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോൾ യോശു ക്ലാസ്സിൽ കിടന്ന് മയങ്ങുകയായിരുന്നതിനാൽ ജിയാങ്കുവും മറ്റുള്ളവരും അവനെ വിളിച്ചുണർത്താതെ സീക്രട്ട് പ്ലേസിൽ വെച്ച് കാണാമെന്നൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് സ്ഥലം വിടുന്നു. കുറേ സമയം കഴിഞ്ഞാണ് അവൻ ഉണർന്നത്. അവർ എഴുതി വെച്ചിരിക്കുന്ന അവൻ കാണുന്നുണ്ട്. ആരും എന്നെ വിളിക്കാതെ പോയത് എന്തായിരിക്കും എന്ന് പ്രവൃത്തി കൊണ്ട് അവൻ അവിടേക്ക് പോകുന്നു. അവൻ വരുന്ന വഴിയിൽ അവനെ പേടിപ്പിക്കാനുള്ള കുറച്ച് സെറ്റപ്പൊക്കെ അവർ റെഡിയാക്കിയിരുന്നു. അതിന് അവരെ തെറി വിളിച്ചുകൊണ്ടാണ് അവൻ മുകളിലേക്ക് കയറി ചെന്നത്. പക്ഷേ അവിടെ അവനൊരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി റെഡിയാക്കിയിരുന്നതിനാൽ അവൻ്റെ പിണക്കമൊക്കെ മാറുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞാണ് ബർത്ത്ഡേ എങ്കിലും അന്ന് ഏതെങ്കിലും പ്രാങ്ക് ഒപ്പിച്ചാൽ അത് അവൻ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ളതിനാലാണ് അവർ അഡ്വാൻസായി ഇങ്ങനൊരു പ്ലാൻ തയ്യാറാക്കിയത്. കേക്ക് കെട്ടിയതിന് മുമ്പ് അവൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറഞ്ഞപ്പോൾ എക്സാമിന് എല്ലാവർക്കും നല്ല ഗ്രേഡ് കിട്ടണം.
ഷങ്ഷിയുടെ മെമ്മറി നോർമൽ ആകണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ അവൻ പറയുന്നു. മൂന്നാമത്തെ ആഗ്രഹം പറയുന്നതിന് മുമ്പേ അവിടെ ആരും ഉണ്ടെന്ന് മനസ്സിലാക്കിയ സെക്യൂരിറ്റി ബഹളമുണ്ടാക്കി അങ്ങോട്ടേക്ക് വരുന്ന ശബ്ദം കേൾക്കുന്നതിനാൽ അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കേക്കും അവിടെ വെച്ച് പുറത്തേക്ക് ഓടുന്നു. പക്ഷെ സെക്യൂരിറ്റി വാതിലടുത്തെത്തിയിരുന്നതിനാൽ ജനാല വഴി പുറത്തിറക്കിയ ശേഷം അവർ രണ്ടു വഴിക്ക് പിരിഞ്ഞു ഓടുന്നു. സോങ്ങിന്റെ കൈവശം ലൈബ്രറിയുടെ താക്കോൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവളും ജിയാങ്ങും അവിടെ കയറി ഒളിക്കുന്നു. പക്ഷേ സംശയം തോന്നിയ സെക്യൂരിറ്റി അതിനുള്ളിൽ കയറി പരിശോധിക്കുന്നുണ്ട്. അയാളുടെ കണ്ണിൽപ്പെടാതെ രണ്ടുപേരും ഒരിടത്ത് ഒളിച്ചിരിക്കുകയാണ്. അയാൾ കാണുമെന്ന് തോന്നിയപ്പോൾ ജിയാങ്ങു സോങ്ങിനെ ചേർത്ത് പിടിച്ച് കുനിഞ്ഞിരിക്കുന്നു. യോഷുവും ഷങ്ഷിയും സ്വിമ്മിംഗ് പൂളിനടുത്തേക്കാണ് ഓടിയത്. അകത്തേക്ക് കയറുന്നിടയിൽ അവിടെ വെച്ചിരുന്ന എന്തോ സാധനത്തിൽ തട്ടി ഷങ്ഷി താഴെ വീഴുന്നു. അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്ന യോഷുവും അവളുടെ പുറത്തേക്ക് വീഴുന്നു. വേഗം തന്നെ രണ്ടുപേരും എഴുന്നേൽക്കുന്നുണ്ട്. സെക്യൂരിറ്റി ആ ഭാഗത്തെങ്ങും ആരുമില്ല എന്ന് മനസ്സിലാക്കുന്നതിനാൽ ഞാൻ തിരിച്ചുപോയി കേക്ക് എടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങിയെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ അയാളുടെ കയ്യിൽ ചെന്ന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവൻ സമ്മതിക്കുന്നില്ല. നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അവർക്ക് മെസ്സേജ് അയക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുക്കുന്നു. ലൈബ്രറിയിൽ സെക്യൂരിറ്റി കുറേ സമയം തിരഞ്ഞെങ്കിലും അവരെ കാണാതായപ്പോൾ തിരിച്ചു പോകുന്നുണ്ട്. രണ്ടുപേരും നേരെ ഇരുന്ന ശേഷമാണ് യോഷുവിന്റെ മെസ്സേജ് അവർ കണ്ടത്. സ്വിമ്മിംഗ് പൂളിനടുത്ത് കാത്തിരുന്ന സമയത്ത് ഷങ്ഷി ബാഗിൽ കരുതിയിരുന്ന ഒരു പൊതിയെടുത്ത് യോഷുവിന് നീട്ടുന്നു. അവന് ബർത്ത്ഡേ ഗിഫ്റ്റായി നൽകാൻ അവൾ തന്നെ ഉണ്ടാക്കിയ സ്വീറ്റ്സ് ആയിരുന്നു അതിൽ. അവൻ സന്തോഷത്തോടെ അതിൽ നിന്നെടുത്ത് കഴിക്കുന്നുണ്ട്. സെക്യൂരിറ്റി പോയി കാണും, നമുക്ക് പുറത്തിറങ്ങിയാലോ എന്ന് ജിയാങ്കു ചോദിച്ചപ്പോൾ കുറച്ച് സമയം കൂടി ഇവിടെ ഇരിക്കാം, അയാൾ പുറത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ സോങ് കുറേ സമയം കൂടി അവനെ അവിടെ പിടിച്ചിരുത്തുന്നു. അവൻ്റെ ഒപ്പം തനിച്ചിങ്ങനെ ഇരിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവൾ. യോശു കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള മൂന്നാമത്തെ ആഗ്രഹം പറയുന്നതിന് മുമ്പ് അവിടെ നിന്ന് പോകേണ്ടി വന്നതിനാൽ അതവനൊരു ബാഡ്ലക്ക് ആകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഷങ്ഷി കയ്യിലുണ്ടായിരുന്ന ഒരു ബണ്ണിൽ 2 ചെറിയ മെഴുകുതിരി കത്തിച്ചു വെച്ച് മൂന്നാമത്തെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞോളാൻ പറയുന്നു. നിനക്കിങ്ങനെ ഒരു അസുഖമുണ്ടെങ്കിലും അത് ഭേദമാകുന്നവരെ നിന്റെ കൂടെ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണ്, എൻ്റെ ഗേൾഫ്രണ്ട് ആകുമോ എന്ന് യോശു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു. അവൾ പക്ഷെ മറുപടിയൊന്നും പറയാതെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. അന്ന് വീക്കെൻഡ് ആയിരുന്നതിനല്ല, പിന്നീട് അവർ കണ്ടത് അടുത്ത തിങ്കളാഴ്ചയാണ്. ക്ലാസ്സിൽ എത്തിയുടൻ യോശു എല്ലാ തിങ്കളാഴ്ചകളിലും ചേർന്നതുപോലെ ഷങ്ഷിയുടെ മുന്നിൽ ചെന്നിരുന്നു. നീ ഡയറി വായിച്ചോ, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. അവൾ പക്ഷെ അങ്ങനെ ഒരു ഡയറിയെക്കുറിച്ചോ അവനെക്കുറിച്ചോ ഒന്നും അറിയാത്ത രീതിയിലാണ് സംസാരിച്ചത്. യോശു അവളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മുമ്പ് ചെയ്തിട്ടുള്ള പലതും ചെയ്ത് കാണിക്കുകയും പറഞ്ഞു നോക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഒരു രക്ഷയുമില്ല. അവൾ ശരിക്കും തന്നെ മറന്നുപോയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ യോശുവിന് വല്ലാതെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നു. അവളുടെ ബാഗിലെ മറ്റേ ഡയറി ഉണ്ടോയെന്നറിയാൻ അവൻ പരിശോധിക്കാൻ തുടങ്ങിയെങ്കിലും അവൾ അവനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. പക്ഷെ അവൻ തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ അവളെയും വിളിച്ചുകൊണ്ട് അസ്ട്രോണമി റൂമിലേക്ക് പോയെങ്കിലും അവിടെ ആരെ ലോക്ക് ചെയ്തിരുന്നു. അവൻ ലോക്ക് തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുന്നിടയിൽ അവർക്ക് പുറകെ അവിടെ എത്തിയ ജിയാങ്കു അവനെ പിടിച്ചു മാറ്റുന്നു. സോങ്ങിന്റെ ഫോണിൽ അവർ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ അവൾക്ക് കാണിച്ചു കൊടുത്തെങ്കിലും നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണെന്ന് ഇതിനർത്ഥമല്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെ എനിക്ക് ഇപ്പോൾ അതിന് താല്പര്യമില്ല, എനിക്ക് പഠിക്കണം, എൻ്റെ പുറകെ വരരുതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അവളുടെ ഡയറി എവിടെയെങ്കിലും മിസ്സായതായിരിക്കും എന്ന് കരുതി ക്ലാസ്സിൽ കയറാതെ കഴിഞ്ഞ ദിവസം അവർ പോയ സ്ഥലങ്ങളിലെല്ലാം അവൻ അത് അന്വേഷിച്ച് നടക്കുന്നു. വേസ്റ്റ് ബിന്നിൽ പോലും അവനെ തിരയുന്നുണ്ട്. അവനെ ക്ലാസ്സിൽ കാണാതെയപ്പോൾ ഷങ്ഷി അവനെ അന്വേഷിച്ച് പോകുന്നു. അവൻ്റെ ഫോണിലേക്ക് അവൾ വിളിക്കുന്നുമുണ്ട്. ഓർമ്മ വന്നതുകൊണ്ടായിരിക്കും അവൾ വിളിക്കുന്നതെന്ന് കരുതിയെങ്കിലും അങ്ങനെ ആയിരുന്നില്ല. അവൻ്റെ നമ്പർ ഫോണിൽ കണ്ടതുകൊണ്ട് മാത്രം വിളിച്ചതാണ്. ഡയറി അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ആ ഓർമ്മകൾ വേണ്ട, അത് കിട്ടിയിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? പഠിക്കേണ്ട സമയത്ത് ഇങ്ങനെ കളിച്ചു നടന്നാൽ ഭാവിയിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് എന്നെ ശല്യപ്പെടുത്തരുതെന്ന് അവൾ തീർത്തു പറയുന്നു. പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അകലാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ നിന്നെ ശല്യപ്പെടുത്തുകയില്ല. നീ പറഞ്ഞത് മുതൽ ഞാനും നന്നായി പഠിച്ചു, കോളേജിൽ അഡ്മിഷൻ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. നീ പഠിക്കുന്ന കോളേജിൽ തന്നെ അഡ്മിഷൻ വാങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും വന്ന് നിന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. നീ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണെന്നൊക്കെ അവൻ പറയുന്നു. പക്ഷെ നീ എനിക്കൊട്ടും പ്രധാനപ്പെട്ടതല്ല, വെറുതെ സമയം കളയരുതെന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ കരഞ്ഞു പോകുന്നു. അപ്പോഴേക്കും അവരെ അന്വേഷിച്ച് അവിടെ എത്തിയിരുന്ന സോങ്ങിനോടും ജിയാങ്ങിനോടും നിങ്ങളും എന്നോട് അടുക്കാൻ ശ്രമിക്കരുത് എന്ന് അവൾ പറയുന്നു. അവൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് യോശുവിന്റെ മനസ്സിലേക്ക് പഴയ കുറേ ഓർമ്മകൾ മുറിഞ്ഞു വരുന്നു. പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ട് താഴെ വീണ യോശുവിനെ അവർ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഷങ്ഷിയും അവർക്കൊപ്പം ഉണ്ടെങ്കിലും അവൾ കുറച്ച് പുറകിൽ മാറി പേടിച്ചതുപോലെ നിൽക്കുകയാണ്. അവന് കുഴപ്പമൊന്നുമില്ല, ഓവറായി സ്ട്രെയിൻ ചെയ്തുകൊണ്ടുള്ള ക്ഷീണമാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ അവന്റെ അമ്മ ജിയാങ്വിനെയും സങ്ങിനെയും തിരിച്ചയക്കുന്നു. അതിനുശേഷമാണ് അവർ ഷങ്ഷിയെ കണ്ടത്. അമ്മ അവളെ തനിച്ച് മാറ്റിയിരുത്തി സംസാരിക്കുമ്പോഴാണ് അവർ തമ്മിൽ മുൻപേ പരിചയമുണ്ടായിരുന്നെന്ന് നമ്മൾ അറിയുന്നത്. ഷങ്ഷിയും യോശുവും മുമ്പ് ഒരേ സ്കൂളിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. അവന് മാർക്ക് കുറവായിരുന്നതിനാൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അമ്മ അവനെ ഇപ്പോഴത്തെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷേ യോശുവിന് അതൊന്നും ഓർമ്മയില്ല. ഷങ്ഷിക്ക് അവനെക്കുറിച്ചെല്ലാം അറിയാം എന്ന് അവളുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാകും. അവനോട് സത്യങ്ങൾ പറയുന്നതല്ലേ നല്ലത് എന്ന് അവൾ ചോദിച്ചപ്പോൾ കുറച്ച് മാസങ്ങളും കൂടി കഴിഞ്ഞാൽ നിങ്ങളെല്ലാം പല വഴിക്ക് പോകും. അപ്പോൾ പിന്നെ ഈ പരീക്ഷ എടുക്കുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞ് അവൻ്റെ മനസ്സിലെ അലട്ടുന്നത് എന്തിനാണ് എന്ന് അവർ ചോദിക്കുന്നു. ഷങ്ഷി യോശുവിനെ അറിയില്ല എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് അറിയണമെങ്കിൽ കുറച്ചുനാൾ പുറകിലേക്ക് പോകണം. ഷങ്ഷി മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിൽ വെച്ച് ഒരു ദിവസം PT ക്ലാസ്സിൽ കയറാതെ അവൾ ഒളിച്ച് പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിൽ ചെന്നപ്പോൾ അവളെപ്പോലെ തന്നെ അവിടെ ഇരിക്കുന്ന ഷുജിയെ കാണുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട അവർ ഫ്രണ്ട്സ് ആക്കുന്നുണ്ട്. ഷുജി പിയാനോ വായിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടിരിക്കുമ്പോഴാണ് ഒരു ഫുട്ബോൾ മുകളിലെ ഓട് പൊളിച്ചുകൊണ്ട് അവിടെ വന്ന് വീണത്. പുറകെ ബോൾ എടുക്കാനായി യോശുവും അവിടേക്ക് കയറി വരുന്നു.
അന്നാണ് അവർ തമ്മിൽ ആദ്യമായി കാണുന്നത്. അവർ ക്ലാസ് കട്ട് ചെയ്ത് അവിടെ ഇരിക്കുന്ന കാര്യം പറയാതിരിക്കാം എന്ന് അവനും അതിനു പകരമായി ഫുട്ബോൾ എറിഞ്ഞ് ഓട് പൊട്ടിച്ച കാര്യം പറയാതിരിക്കാമെന്ന് അവരും പരസ്പരം സമ്മതിക്കുന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം സുജിയും ഷങ്ഷിയും ബെസ്റ്റ് ഫ്രണ്ട് ആകുന്നുണ്ട്. എപ്പോഴും അവർ ഒരുമിച്ചാണ്. ഷുജി അവളെ മാത്സ് പഠിപ്പിക്കാനും പിയാനോ വായിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഒരിക്കൽ ഷുജി ഒരേപോലെയുള്ള ഒരു സ്റ്റാർ നെക്ലസ് വാങ്ങി അവൾക്കും കൊടുക്കുന്നു. രണ്ടുപേരും അത് എപ്പോഴും കഴുത്തിലണിയുമായിരുന്നു. അങ്ങനെ ഹാപ്പിയായി പോകുന്ന ഇടയ്ക്ക് ഒരു ദിവസം ഷുജിക്ക് യോശുവിനോടുള്ള താല്പര്യം ഷങ്ഷി അറിഞ്ഞത്. അവനോട് അടുക്കാൻ എങ്ങനെയെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി തരണമെന്ന് ഷുജി അവളോട് പറയുന്നു. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഷങ്ഷി അതിനൊരു വഴി കണ്ടെത്തുന്നു. വൈകിട്ട് സ്കൂൾ വിട്ടു പോകുന്ന വഴിക്ക് വെച്ച് അവൾ ഷുജിയുടെ സൈക്കിൾ ടയർ കുത്തിപ്പൊട്ടിക്കുന്നു. യോശു ആ സമയത്ത് അതുവഴി വരുമെന്ന് അവൾ കുറച്ച് ദിവസത്തെ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. അവനെ പിടിച്ചു നിർത്തിയ ശേഷം സൈക്കിൾ അവിടെ വെച്ചിട്ട് അവൻ്റെ സൈക്കിൾ കയറി പോകണമെന്ന് ഷുജിയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവൾ അടുത്ത് തന്നെ ഒരു മരത്തിന് പുറകിൽ ഒളിച്ചു നിൽക്കുന്നു. അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ അവൻ അതുവഴി വരുന്നു. ഷങ്ഷി പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഷുജിയെ അവൻ സൈക്കിളിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ആ സംഭവത്തിന് ശേഷം അവനും അവരുമായി നല്ലൊരു സൗഹൃദം ഉണ്ടാകുന്നുണ്ട്. ലഞ്ച് കഴിക്കാനിരിക്കുന്നതും വീട്ടിലേക്ക് പോകുന്നതുമെല്ലാം അവർ മൂന്നുപേരും കൂടി ഒരുമിച്ചായിരുന്നു. അപ്പോഴൊന്നും തങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുരന്തം കാത്തിരിക്കുന്നുണ്ടെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. നെക്സ്റ്റ് മൺഡേ ക്ലാസ്സിലെ സീറ്റെല്ലാം റീഅറേഞ്ച് ചെയ്യുന്നതിനാൽ ഷങ്ഷി സോങ്ങിന്റെ അടുത്ത് നിന്ന് മറ്റൊരു സീറ്റിലേക്ക് മാറുന്നുണ്ട്. ക്ലാസ് ടൈമിലോ അല്ലാത്തപ്പോഴോ അവൾ അവരോട് മിണ്ടാറില്ല. ലഞ്ച് കഴിക്കാനിരുന്നതും തരിച്ചാണ്. അവളുടെ ഈ അകൽച്ച യോശുവിനെ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. ലഞ്ച് ടൈമിൽ ഷങ്ഷി അവരെ മൈൻഡ് പോലും ചെയ്യാതെ പോകുന്ന കണ്ട് അവനും കഴിക്കുന്നത് മതിയാക്കി എഴുന്നേറ്റ് പോകുന്നു. ഷങ്ഷിയുടെ പെരുമാറ്റത്തിൽ ജിയാങ്വിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല യോശു ഹോസ്പിറ്റലിലായ ദിവസം നമ്മൾ അവിടെ നിന്ന് പോന്നപ്പോഴും ഷങ്ഷി അവിടെ നിന്ന് എന്തിനായിരിക്കുമെന്ന് അവൻ സോങ്ങിനോട് ചോദിക്കുന്നു. അന്ന് ഞാൻ തിരിച്ചുപോയി നോക്കാൻ തുടങ്ങിയപ്പോൾ നീയല്ലേ സമ്മതിക്കാതിരുന്നത്, പിന്നെ എനിക്കങ്ങനെ അറിയാനാണെന്ന് അവൾ പരാതി പറയുന്നു. എന്തായാലും സംശയം തീർക്കാൻ അവൻ സ്കൂളിൽ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മുറിയിൽ കയറി തിരച്ചിൽ നടത്തുന്നുണ്ട്. അതിനുശേഷം അവൻ ഷങ്ഷിയെ റൂഫ് ടോപ്പിലേക്ക് വിളിപ്പിക്കുന്നു. അവന്റെ കൂടെ സോങ്ങുമുണ്ട്. അവളും യോശുവും ഒരു സ്കൂളിൽ തന്നെയാണ് മുമ്പ് പഠിച്ചിരുന്നെന്ന് അവൻ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല അവൾ പറയുന്ന പോലെ അവൾക്ക് ഷോർട്ട് ടൈം അന്വേഷണമൊന്നുമില്ല എന്നും അവർ അന്വേഷിച്ച് മനസ്സിലാക്കിയിരുന്നു. സോങ് അവൾ മുമ്പ് പഠിച്ച സ്കൂളിലെ കുട്ടികളോട് അന്വേഷിച്ചപ്പോൾ അവളോട് കൂടുതൽ അടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അവർ അവൾക്ക് വാണിംഗ് കൊടുക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്, നീ എന്തിനാണ് ഞങ്ങളോട് കള്ളം പറഞ്ഞതെന്നൊക്കെ അവർ രണ്ടുപേരും ഷങ്ഷിയോട് ചോദിക്കുന്നു. ആദ്യമൊക്കെ ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്, എനിക്ക് മറവിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ കുറെ നിഷേധിച്ചെങ്കിലും അവസാനം കള്ളം പറഞ്ഞതാണെന്ന് അവൾ സമ്മതിക്കുന്നു. ആദ്യം തന്നെ നിങ്ങളോടെല്ലാം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ യോശുവിന്റെ മുഖത്ത് നോക്കി സത്യം പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. യഥാർത്ഥത്തിൽ മറവി കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവനാണ് എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. പഴയ സ്കൂളിൽ വെച്ച് തനിക്കും ഷിജിക്കും അവനുമായുണ്ടായ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അവൾ അവരോട് പറയുന്നു. ഒരു വിന്റർ വെക്കേഷനിൽ ഞങ്ങൾ മൂന്നുപേരും കൂടി ബോട്ടിങ്ങിന് പോയതിരുന്നു. ഷുജി യോശുവിനോടുള്ള താല്പര്യം അവനെ അറിയിക്കാനായി ഒരു കത്തെഴുതി സ്നാക്സ് കൊണ്ടുവന്ന ബോക്സിൽ വെച്ചിരുന്നു. അവനത് കാണാൻ ഒരു അവസരം ഉണ്ടാക്കാനായി അവൾ ഷാങ്ഷിയെയും കൂട്ടി ബോട്ടിങ്ങിന് പോകുന്നു. ബോട്ടിൽ വെച്ചാണ് കത്തിന്റെ കാര്യം അവൾ ഷാങ്ഷിയോടും പറഞ്ഞത്. യോശു കരയിൽ നിന്ന് സ്നാക്സ് ബോക്സ് തുറന്ന് അതിൽ നിന്ന് എന്തോ എടുക്കുന്ന കണ്ടപ്പോൾ കത്തായിരിക്കുമെന്നറിയാൻ എഴുന്നേറ്റ് നിന്ന് നോക്കുന്ന കൂട്ടത്തിൽ അവൾ അബദ്ധത്തിൽ വെള്ളത്തിലേക്ക് വീഴുന്നു. കരയിൽ നിന്ന് അവർ വളരെ ദൂരത്തിലായിരുന്നതിനാൽ യോശു അതറിയുന്നില്ല. ഷുജിയെ കൈപിടിച്ച് ബോട്ടിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ ഷങ്ഷിയും വെള്ളത്തിലേക്ക് വീഴുന്നു. വെള്ളത്തിൽ കിടന്ന് അവൾ ഉറക്കം നിലവിളിക്കുന്ന കേട്ട് നോക്കിയപ്പോഴാണ് യോശു അവരെ കാണുന്നത്. ഷുജിയുടെ കത്തവൻ കണ്ടെങ്കിലും അത് വായിക്കുന്നതിന് മുമ്പ് അവൻ അവരെ രക്ഷിക്കാനായി ഓടുന്നു. അവൻ നീന്തി അവർക്കരികിൽ എത്തിയപ്പോഴേക്കും അവർ വെള്ളത്തിലേക്ക് മുങ്ങി തുടങ്ങിയിരുന്നു. അടിയിലേക്ക് ചെന്ന് അവൻ ആദ്യം പിടികിട്ടിയ ഷങ്ഷിയാണ്. ഒരു വിധത്തിൽ അവളെ വലിച്ച് ബോട്ടിനടുത്ത് എത്തിച്ചിട്ട് വീണ്ടും ഷുജിയെ അന്വേഷിച്ച് പോകാൻ തുടങ്ങുന്നതിനിടയിൽ അവന്റെ തല ബോട്ടിലെ കുളത്തിൽ ഇടിച്ച് മുറിയുന്നു. എങ്കിലും അവൻ ഷുജി അന്വേഷിച്ച് താഴേക്ക് പോകുന്നുണ്ട്. പക്ഷെ മുറിവിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നതിനാൽ അധികം വൈകാതെ അവന്റെ ബോധം നഷ്ടപ്പെടുന്നു. ഷുജിയെ രക്ഷിക്കാൻ അവന് കഴിയുന്നില്ല. ആരാണ് അവരെ അവിടെ നിന്ന് കരയിലെത്തിച്ചതെന്നൊന്നും കാണിക്കുന്നില്ല. ആ അപകടത്തിൽ ഷുജി മരിക്കുന്നു. ഷങ്ഷി പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ഷുജി അവസാനമായി കാണാനെത്തി അവളെ ഷുജിക്ക് നീന്തൽ അറിയില്ല എന്ന് അറിഞ്ഞിരുന്നുകൊണ്ട് അവളെ ബോട്ടിങ്ങിന് കൊണ്ടുപോയത് എന്തിനാണ്, നീ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു, ഞങ്ങളുടെ മകളെ തിരിച്ചു തന്നൊക്കെ പറഞ്ഞ് ഷുജിയുടെ ചേട്ടനും അമ്മയും എല്ലാം കൂടി അവിടെ നിന്ന് ഇറക്കി വിടുന്നു. അവളുടെ കുറ്റം കൊണ്ടാണ് ഷുജി മരിച്ചതെന്ന രീതിയിലാണ് അവർ പെരുമാറിയത്. ഷുജി പോയതോടെ ഷാങ്ഷി ശരിക്കും തനിച്ചായി. സുജിയുടെ ഓർമ്മകളിൽ നീറി അവൾ ദിവസങ്ങൾ തള്ളി നീക്കുന്നു. അപകടം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യോശുവിന് ബോധം തെളിഞ്ഞിട്ടില്ല. ഷുജി മരിച്ചതൊന്നും അവൻ അറിഞ്ഞിട്ടുമില്ല. ആ അപകടത്തിന് ശേഷം ഷങ്ഷിയെ സ്കൂളിലെ മറ്റു കുട്ടികൾ ഒരു ദുശകരമായി കാണാൻ തോന്നുന്നു. അവളോട് മിണ്ടാനോ സൗഹൃദമുണ്ടാക്കാനോ ആരും തയ്യാറാക്കുന്നില്ല. മാത്രമല്ല ഷുജിയുടെ മരണത്തിന് കാരണക്കാരി അവളാണെന്ന രീതിയിൽ അവളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. പല രീതിയിൽ അവർ അവളെ ഉപദ്രവിക്കാനും തുടങ്ങുന്നു. അവൾ ഇല്ലാതിരുന്ന സമയത്ത് അവളുടെ ടേബിളിന്റെ കബോർഡിലെ സാധനങ്ങളും മറ്റും നശിപ്പിക്കുക, ബാത്റൂമിൽ വെച്ച് കാണുമ്പോൾ തലവഴി വെള്ളം കോരി ഒഴിക്കുക, അങ്ങനെ പലതും അവർ ചെയ്യുന്നുണ്ട്. തനിച്ചിരുന്ന് കരഞ്ഞതല്ലാതെ ഒന്നിനോടും അവൾ പ്രതികരിക്കുന്നില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യോശുവിന് ബോധം വീഴുന്നു. ഉണർന്നപ്പോൾ അവന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് അപകടത്തിന്റെ ഓർമ്മകളാണ്. അതവന് ഭയങ്കരമായ തലവേദന ഉണ്ടാക്കുന്നു. അസഹനീയമായ ആ വേദനയുടെ അവസാനം അവന്റെ മനസ്സിൽ നിന്ന് ഷങ്ഷിയുടെയും ഷുജിയുടെയും രൂപം മറയുന്നുണ്ട്. അവന് ബോധം വന്നുവെന്നറിഞ്ഞ ഷങ്ഷി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി അവനെ കാണാൻ വന്നെങ്കിലും അവൾ ആരാണെന്ന് അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. അവനെ വിശദമായി പരിശോധിച്ച ഡോക്ടർ അപകടത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അവന് താങ്ങാവുന്നതിൽ കൂടുതലായതുകൊണ്ട് സ്വയം സംരക്ഷിക്കാൻ വേണ്ടി അവന്റെ മനസ്സത് മായ്ച്ചു കളഞ്ഞിരിക്കുകയാണെന്ന് അവന്റെ അമ്മയെ അറിയിക്കുന്നു.
ചിലപ്പോൾ വെള്ളത്തിനടിയിൽ ഒരുപാട് സമയം കിടക്കേണ്ടി വന്നതുകൊണ്ട് അവന്റെ ഓർമ്മകൾക്ക് താൽക്കാലികമായ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചതുമാകാം എന്ന് അദ്ദേഹം പറയുന്നു. യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് എല്ലാവരെയും അറിയിക്കാൻ ഷാങ്ഷിയുടെ മുമ്പിലുണ്ടായിരുന്ന ഒരേ ഒരു മാർഗം യോഷു ആയിരുന്നു. അവന് പക്ഷേ ഇപ്പോൾ അവളെ ഓർമ്മ പോലും ഇല്ലാത്തതുകൊണ്ട് അവളുടെ ആ പ്രതീക്ഷ അവസാനിക്കുന്നു. മാത്രമല്ല, ഇനി ഇതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടി അവനെ കാണരുതെന്ന് അവന്റെ അമ്മ അവളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആവശ്യപ്പെടുന്നത് അവളോട് കാണിക്കുന്ന ക്രൂരതയാണെന്ന് അറിയാമെങ്കിലും അവന്റെ നല്ലതിനു വേണ്ടി തൽക്കാലം അവർക്ക് സെൽഫിഷ് ആക്കേണ്ടി വരുന്നു. ആ ഓർമ്മകൾ അവനെ വീണ്ടും ശല്യപ്പെടുത്താതെ ഇരിക്കാൻ വേണ്ടി അവർ മകനെയും കൂട്ടി ആ നാട് വിട്ടു പോകുന്നു. ഷാങ്ഷി നിസ്സഹായിയായി അവരുടെ വണ്ടിക്ക് പുറകെ കുറേ ദൂരം ഓടുന്നുണ്ട്. ഞാനായിട്ട് അവനെ ഒന്നും ഓർമ്മിപ്പിക്കില്ല എന്ന് അവൾ അവന്റെ അമ്മയ്ക്ക് വാക്കുകൊടുത്തിരുന്നു. സ്കൂളിൽ ഓരോ ദിവസം കഴിയുന്തോറും അവൾക്ക് കുട്ടികളുടെ ശല്യം കൂടിക്കൂടി വരികയാണ്. അവളൊരു ബാഡിലൊക്കെയാണെന്ന് പോസ്റ്റർ എഴുതി അവർ അവളുടെ പുറത്ത് ഒട്ടിച്ചു വെക്കുക വരെ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഷാങ്ഷി ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ എത്തിക്കുന്നു. അവസാനം അമ്മ അവളെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നുണ്ട്. കൂട്ടുകാരോട് പറയാൻ കഴിയാത്തതൊക്കെ ഇന്നു മുതൽ പതിവായി ഒരു ഡയറിയിൽ കുറിച്ചു വെക്കാൻ ഡോക്ടർ അവളെ ഉപദേശിക്കുന്നു. അത്തവണത്തെ പരീക്ഷയിലും അവൾക്ക് വളരെ മാർക്ക് കുറവായിരുന്നു. ഈ രീതിയിൽ പോയാൽ അവൾക്ക് ഒരു കോളേജിലും അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ടീച്ചർ അവളെ കുറെ വഴക്ക് പറയുന്നുണ്ട്. ഇനിയും അവൾ ആ സ്കൂളിൽ പഠിച്ചാൽ അത് അവളുടെ ഭാവിയെ വളരെ മോശമായ രീതിയിൽ ബാധിക്കും എന്ന് തോന്നിയത് കൊണ്ട് അമ്മ അവളുടെ ആന്റിയുടെ സമ്മതം വാങ്ങി അവളെ ആന്റിക്കൊപ്പം നിർത്തി പഠിപ്പിക്കാനായി ഇപ്പോഴത്തെ സ്കൂളിലേക്ക് മാറ്റുന്നു. അങ്ങനെയാണ് അവൾ അവിടെ എത്തിയത്. സ്കൂളിലെ ആദ്യ ദിവസം ക്ലാസ്സിലെത്തിയപ്പോൾ യോഷു ക്ലാസ്സിലിരിക്കുന്ന കണ്ടപ്പോൾ ഇതെന്ത് വിധിയാണെന്ന് ഓർത്ത് അവൾ ശരിക്കും ഞെട്ടുന്നു. പക്ഷെ അവൻ ഇപ്പോഴും ഓർമ്മകൾ തിരിച്ചു കിട്ടിയിട്ടില്ല. അവളെ ഓർമ്മയില്ല എന്ന് മനസ്സിലായപ്പോൾ അവൾ അവനിൽ നിന്ന് അകലം പാലിക്കുന്നു. പക്ഷെ അവളെ ഞെട്ടിച്ചുകൊണ്ട് യോഷു അവളോട് അടുക്കാൻ ശ്രമം തുടങ്ങുന്നു. ഫ്രണ്ട് ആകുമെന്ന് ചോദിച്ച് അവൻ ആദ്യം അവൾക്ക് കത്ത് നൽകിയപ്പോൾ ശുചിയായിരുന്നല്ലോ ശരിക്കും അങ്ങോട്ട് കത്ത് വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നത് എന്നോർത്ത് അവൾക്ക് കുറ്റബോധം തോന്നുന്നു. തനിക്ക് അതിനുള്ള അർഹതയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അവൾ ആ കത്ത് വലിച്ചു കീറി കളഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ടു പോയത്. പക്ഷേ യോഷു വിടാതെ പിന്തുടരാൻ തുടങ്ങിയപ്പോൾ അവനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഫ്രണ്ട്സിനെ മറന്നു പോകുമെന്നുള്ള കള്ളം അവൾ പറഞ്ഞത്. പക്ഷേ യോഷു അപ്പോഴും പിന്മാറാൻ തയ്യാറാകാതെ അവളുടെ മറവി മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയാണല്ലോ ചെയ്തത്. അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ശുചിക്ക് കിട്ടേണ്ടിയിരുന്ന് തട്ടിയെടുക്കുന്ന പോലെയാണ് അവൾക്ക് തോന്നിയത്. അതുകൊണ്ടാണ് അവനെ പൂർണ്ണമായും ഒഴിവാക്കാൻ അവൾ തീരുമാനിച്ചത്. അതിനുവേണ്ടിയാണ് അവൾ ഡയറി ഒളിപ്പിച്ചു വെച്ചതും സീക്രട്ട് ഹൈഡൌട്ട് പ്ലേസ് ആരും അറിയാതെ ലോക്ക് ചെയ്തതും കഴിഞ്ഞതൊന്നും വീണ്ടും അവനെ ഓർമ്മിക്കരുതെന്ന് ഹോസ്റ്റലിൽ വെച്ച് കണ്ടപ്പോൾ വീണ്ടും അവന്റെ അമ്മ അവളോട് ആവശ്യപ്പെട്ടിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയാം. ഞാൻ പോലും എന്നോട് ഇതുവരെ ക്ഷമിച്ചിട്ടില്ല. പക്ഷേ യോഷു വീണ്ടും അതേ വേദനയിലൂടെ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഇക്കാര്യം അവനെ അറിയിക്കരുത്. എക്സാം കഴിഞ്ഞാലുടനെ ആരും അറിയാതെ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്ന് അവൾ കരഞ്ഞുകൊണ്ട് സോങ്ങിനോടും ജിയാങ്വിനോടും പറയുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സോങ് അവളെ കെട്ടിപ്പിടിച്ച് ഇതൊന്നും നിന്റെ തെറ്റല്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങൾ യോഷു അവളോട് അടുക്കാതിരിക്കാൻ അവർ സഹായിക്കുന്നു. ലോകാവസാനം നടക്കുമെന്ന് പറഞ്ഞ ഡിസംബർ 22-ന് സീക്രട്ട് പ്ലേസിൽ ഒത്തുകൂടാം എന്ന് മുമ്പ് എല്ലാവരും പറഞ്ഞുറപ്പിച്ചിരുന്നതിനാൽ യോഷു അന്ന് ഷാങ്ഷിയെ വിളിക്കാൻ ഒരുങ്ങിയെങ്കിലും മറ്റു രണ്ടുപേരും അവനെ തടയുന്നു. സീക്രട്ട് പ്ലേസ് ഇപ്പോൾ പൂട്ടിയിരിക്കുന്നതിനാൽ അതിന് വെളിയിലാണ് അവർ ഇരുന്നത്. അവിടെ ഇരിക്കുമ്പോഴും ഷാങ്ഷി ഇതുവരെ ഓർക്കുന്നുണ്ടാകുമോ എന്നാണ് യോഷു പറഞ്ഞുകൊണ്ടിരുന്നത്. പരീക്ഷയ്ക്ക് ഇനി 6 മാസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങളുടെ ഒന്നും പുറകെ പോകാതെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ അവർ രണ്ടുപേരും അവനോട് പറയുന്നു. സോങ് 12 മണിയാകുന്നുണ്ടോ എന്ന് വാച്ചിൽ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പറഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ ലോകം അവസാനിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസമാകുന്നുണ്ട്. ഷാങ്ഷിയും സമയം ശ്രദ്ധിച്ച് അവരെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കൊപ്പം പോകാൻ കഴിയാത്തതിൽ അവൾക്ക് വിഷമമുണ്ട്. പിന്നീടുള്ള 6 മാസങ്ങൾ വളരെ പെട്ടെന്ന് കടന്നു പോകുന്നു. പ്രതീക്ഷയുടെ കാത്തിരുന്ന എൻട്രൻസ് എക്സാമും കഴിയുന്നു. എക്സാം കഴിഞ്ഞ് വരുന്ന മക്കളെ കൂട്ടിക്കൊണ്ടു പോകാൻ നിൽക്കുന്ന പേരൻസിന്റെ കൂട്ടത്തിൽ യോഷുവിന്റെ അമ്മയുമുണ്ട്. അവർ അവനെയും കൊണ്ട് പോയ ശേഷമാണ് സോങ് ഇറങ്ങി വന്നത്. അവളോട് ക്രഷ് ഉണ്ടായിരുന്ന ഒരു പയ്യൻ അവൾക്ക് ഒരു ബൊക്കെ നൽകി ഇഷ്ടം പ്രകടിപ്പിക്കുന്ന കണ്ടുകൊണ്ടാണ് ജിയാങ്കു പുറത്തേക്ക് ഇറങ്ങി വന്നത്. കൂട്ടിക്കൊണ്ടു പോകാൻ അവന്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നതിനാൽ അവളുടെ അടുത്തേക്ക് പോകാൻ കഴിയാതെ അവന് അമ്മയ്ക്കൊപ്പം പോകേണ്ടി വരുന്നു. സോങ് ആ പയ്യന്റെ ഒപ്പം പോയത് അവനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം പോയ ശേഷമാണ് ഷാങ്ഷി പുറത്തേക്ക് ഇറങ്ങിയത്. അവളെ കാത്ത് അവിടെ ആരും ഇല്ലാതിരുന്നതിനാൽ അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് സോങ്ങും ജിയാങ്ബുവും തമ്മിൽ കാണുന്നുണ്ട്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അന്വേഷിച്ച ശേഷം എക്സാം കഴിഞ്ഞ ദിവസം ആ പയ്യൻ ഇഷ്ടമറിയിച്ചത് ഞാൻ കണ്ടിരുന്നു. അത് കണ്ടപ്പോൾ മുതൽ ഒരു സമാധാനവും കിട്ടിയിട്ടില്ല. കുറച്ച് ദിവസം നിന്നെ കാണാതിരുന്നപ്പോഴാണ് ഞാൻ നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണെന്ന് ജിയാങ്ബു അവളോട് പറയുന്നു. സോങ്ങിനത് കേട്ടപ്പോൾ ശരിക്കും സന്തോഷമായെങ്കിലും ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തീരുമാനിച്ച കാര്യം അവൾ അപ്പോഴാണ് ഓർത്തത്. നീ എന്താണ് ഇക്കാര്യം നേരത്തെ പറയാതിരുന്നത് എന്ന് അവൾ വിഷമത്തോടെ ചോദിക്കുന്നു. നീ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിനാൽ കുഴപ്പമില്ല. നമുക്ക് ഫോണിലൂടെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യാമല്ലോ. ഇടയ്ക്ക് വേണമെങ്കിൽ അങ്ങോട്ട് വരികയും ചെയ്യാം. കുറച്ചു കാലം അകന്നിരുന്നു എന്ന് കരുതി എനിക്ക് നിന്നോടുള്ള ഇഷ്ടത്തിന് ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് അവൻ പറയുന്നു. അങ്ങനെ അവർ ഡേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. അവളെ പറഞ്ഞതിന് ശേഷം സ്വിമ്മിംഗ് പൂളിനടുത്ത് വെച്ച് ജിയാങ്ബു യോഷുവുമായി കാണുന്നു. എക്സാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ഷാങ്ഷിയെ കാണാൻ പോകുന്നതിൽ തെറ്റില്ലല്ലോ. നാളെ തന്നെ ഞാൻ അവളെ കാണാൻ പോവുകയാണ്. അവൾക്ക് എന്നെ ഓർമ്മയില്ലാത്തത് കൊണ്ട് ഞാൻ തനിച്ച് പോയാൽ ചിലപ്പോൾ ശരിയാകില്ല. അതുകൊണ്ട് നീ കൂടി ഒപ്പം വരുമോ യോഷു അവനോട് ചോദിക്കുന്നു. പക്ഷെ അവൻ യോഷുവിനെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത്. അതിന്റെ പേരിൽ അവർ തമ്മിൽ തർക്കവും ചെറിയ പിടിവലിയും ഉണ്ടാകുന്നുണ്ട്. അതിനിടയിൽ രണ്ടുപേരും കൂടി അബദ്ധത്തിൽ പൂളിനുള്ളിലേക്ക് വീഴുന്നു. വെള്ളത്തിനടിയിൽപ്പെട്ടപ്പോൾ പഴയ അപകടത്തിന്റെ ഓർമ്മകൾ യോഷുവിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. തിരിച്ചു കയറിയപ്പോൾ ശുചി ആരാണ് എന്നവൻ ജിയാങ്കുവിനോട് ചോദിക്കുന്നു. അവൻ പക്ഷെ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഓർമ്മ വന്നതുപോലെ അവൻ ഷാങ്ഷിയെ വിളിക്കാനായി ജിയാങ്കുവിനോട് ഫോൺ ചോദിച്ചെങ്കിലും അവൻ കൊടുക്കുന്നില്ല.
എനിക്ക് അത്യാവശ്യമായി അവളൊരു കാര്യം പറയണം എന്ന് പറഞ്ഞ് യോഷു വെപ്രാളം പിടിച്ച് അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവൻ അവിടെ എത്തിയപ്പോഴേക്കും അവൾ അവിടെ വിട്ടു പോയിരുന്നു. യോഷുവിനെയും ജിയാങ്വിനെയും സോങ്ങിനെയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് എങ്കിലും യോഷുവിന്റെ നല്ലതിനു വേണ്ടിയാണ് അവൾ അത്ര പെട്ടെന്ന് അവിടെ വിട്ടു പോയത്. വീട്ടിലെത്തിയ ശേഷം മുമ്പ് ഉപയോഗിച്ചിരുന്ന സിം അവൾ നശിപ്പിച്ചു കളയുന്നു. അടുത്ത ഒരു ദിവസം അവൾ ഷുജിയുടെ മെമ്മോറിയൽ സ്ഥലത്തും അപകടം നടന്ന ലേക്കിലും അരികിലും ഒക്കെ പോകുന്നുണ്ട്. അന്നത്തെ അവരെ പോലെ 3 ഫ്രണ്ട്സ് അതുവഴി പോകുന്ന കണ്ടപ്പോൾ ഷുജിക്കും യോഷുവിനും ഒപ്പം അവിടെ വന്ന ദിവസം അവൾ ഓർക്കുന്നുണ്ട്. കുറെ സമയം അവിടെ ബോട്ടിനുള്ളിൽ തനിച്ചു കിടന്ന ശേഷമാണ് അവൾ മടങ്ങിയത്. വഴക്കുണ്ടാക്കിയതിനു ശേഷം ഒരു ദിവസം ജിയാങ്വു യോഷുവിനെ കാണാൻ അവന്റെ വീട്ടിൽ ചെന്നെങ്കിലും അവൻ മുറി തുറന്ന് പുറത്തിറങ്ങുകയോ അവനോട് സംസാരിക്കാൻ തയ്യാറാവുകയോ ചെയ്യുന്നില്ല. നിന്നോട് സത്യം തുറന്നു പറയാതിന്റെ പിണക്കമാണ് എന്നൊക്കെ എനിക്കറിയാം. എക്സാം അടുത്ത സമയത്ത് നിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതി നിന്നുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങളത് പറയാതിരുന്നെന്ന് ജിയാങ്വു ജനലിനടുത്ത് നിന്ന് അവനോട് പറയുന്നു. നമ്മുടെ സീക്രട്ട് പ്ലേസ് വൃത്തിയാക്കിയപ്പോൾ കിട്ടിയതാണെന്ന് പറഞ്ഞ് എന്തോ ജനലിനടുത്ത് വെച്ചിട്ടാണ് അവൻ പോയത്. അവൻ പോയി കഴിഞ്ഞപ്പോൾ യോഷു എഴുന്നേറ്റ് ചെന്ന് അടുത്ത് നോക്കുന്നുണ്ട്. അവർ 4 പേരും കൂടി ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അത്. അതിന്റെ പുറകിൽ ഷുജിയുടെ മെമ്മോറിയൽ സ്ഥലത്തിന്റെ അഡ്രസ്സും ഉണ്ടായിരുന്നു. അവൻ അവിടെ പോയി അവളെ കാണുന്നുണ്ട്. അവിടെ വെച്ച് ഷുജിയുടെ ചേട്ടൻ അവനെ കാണുന്നു. ഷുജി മരിച്ച ശേഷം അവളുടെ മുറി വൃത്തിയാക്കിയപ്പോൾ അവന്റെ ഫോട്ടോസ് കണ്ടിട്ടുള്ളതിനാൽ ചേട്ടൻ അവന് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. അയാൾ അവനെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഷുജിയുടെ മുറിയിൽ നിന്ന് കിട്ടിയ ഫോട്ടോസും അതിലുണ്ടായിരുന്ന കത്തും ചേട്ടൻ അവന് നൽകുന്നു. അവൻ പോകാൻ തുടങ്ങിയപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് ഷുജിയുടെ അച്ഛൻ പറയുന്നു. കഴിക്കാണ്ടിരുന്നപ്പോൾ ഷുജിയുടെ മരണം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ പേരിൽ നിന്റെ ജീവിതം ഒരിക്കലും നഷ്ടമാകരുത്. ഷാങ്ഷി പലതവണ ഇവിടെ വാതിൽക്കൽ വരെ വന്നിട്ട് തിരികെ പോയിട്ടുണ്ട്. അവൾക്ക് പക്ഷെ ഞങ്ങളെ കാണാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആശ്വസിപ്പിച്ച് മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു കളയരുതെന്നൊക്കെ അച്ഛൻ അവനോട് പറയുന്നു. യോഷു കരഞ്ഞുകൊണ്ടാണ് അതെല്ലാം കേട്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് പോകാമെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. അടുത്ത തന്നെ ഒരു ദിവസം ഷാങ്ഷിക്ക് ഒരു കൊറിയർ വരുന്നുണ്ട്. യോഷു എഴുതിയ ഒരു ഡയറി ആയിരുന്നു അത്. നേരിട്ട് കണ്ട് സംസാരിക്കാൻ ചെന്നാൽ അവൾ അതിന് തയ്യാറായില്ലെങ്കിലോ എന്ന് സംശയം കാരണമാണ് മനസ്സിലുള്ളതെല്ലാം ഒരു ഡയറിയിൽ എഴുതി അയച്ചു കൊടുക്കാൻ ജിയാങ്വു അവനോട് പറഞ്ഞത്. അവളെ ആദ്യമായി കണ്ട ദിവസം മുതലുള്ള കാര്യങ്ങൾ അവൻ അതിൽ എഴുതിയിരുന്നു. സത്യത്തിൽ അവർ അവനെ കാണുന്നതിന് മുമ്പ് തന്നെ അവന് അവളെ അറിയാമായിരുന്നു. ആദ്യം കണ്ടപ്പോൾ മുതൽ തന്നെ അവന് അവളോട് ഒരു ഇഷ്ടം തോന്നിയിരുന്നു. പക്ഷെ അത് തുറന്നു പറയാനുള്ള ധൈര്യം അവനില്ലായിരുന്നു. അവളോട് അടുക്കാൻ വേണ്ടിയാണ് അവൻ ഷുജിയുമായി ഫ്രണ്ട്സ് ആകാൻ തീരുമാനിച്ചത്. ഷുജിയെ സൈക്കിളിൽ കയറ്റിക്കൊണ്ടുപോയ ദിവസം അവൾ മരത്തിന് പുറകിൽ മറഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടിരുന്നു. ഒരുമിച്ച് പോയപ്പോഴും ഷങ്ഷിയെക്കുറിച്ചായിരുന്നു അവൻ ഷുജിയോട് ചോദിച്ചറിഞ്ഞത് മുഴുവൻ. ഷുജിയുടെ വീട്ടിൽ പോയതും അവൾ അവന് നൽകാൻ എഴുതിയ കത്ത് കിട്ടിയതുമൊക്കെ അവൻ അതിൽ എഴുതിയിരുന്നു. പഠിത്തം കഴിയുമ്പോൾ അവർ 3 പേരും ഒരുമിച്ച് ഫയർ വർക്ക്സ് കാണണം, പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോകണം എന്നൊക്കെയായിരുന്നു ഷുജി കത്തിൽ എഴുതിയിരുന്നത്. ഷാങ്ഷിയും ഷുജിയും ഒരുപോലെ വാങ്ങിയ ആ നെക്ലസും അവളുടെ വീട്ടിൽ നിന്ന് കിട്ടിയത് അവൻ ആ ഡയറിക്കൊപ്പം വെച്ചിരുന്നു. ഇതൊക്കെ അവളോട് നേരിട്ട് പറയാനും നേരിട്ട് നൽകാനുമായി അവൻ അവളുടെ വീടിനടുത്ത് വരെ പോയതാണ്. അവൾ ഫ്രണ്ട്സായി അംഗീകരിക്കാൻ ഇപ്പോഴും തയ്യാറില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നോർത്ത് അവൻ തിരിച്ചു പോയതാണ്. നീയെല്ലാം മനസ്സിലാക്കി എൻ്റെ അടുത്തേക്ക് വരുന്നവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെന്നും അവൻ അതിൽ എഴുതിയിരുന്നു. ഡയറി വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഷങ്ഷി കരയുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം തന്നെ അവൾ യോഷുവിനെ കാണാനായി പുറപ്പെടുന്നു. അവൾ വീട്ടിലേക്കാണ് പോയത്. പക്ഷെ അവനവിടെ ഉണ്ടായിരുന്നില്ല. അവനെ കാണരുതെന്ന് അമ്മ പറയുമെന്ന് കരുതി ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാണ്, അത് പറഞ്ഞിട്ട് തിരികെ പോയിക്കൊള്ളാം എന്നവൾ ആദ്യമേ എക്സ്ക്യൂസ് പറയുന്നു. അവന്റെ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടിയത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് പക്ഷേ അവനെ കാണുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ വീട്ടിലില്ല, പ്ലാനറ്റോറിയം ഇന്ന് മാറ്റുകയാണെന്നറിഞ്ഞ് അവിടേക്ക് പോയിരിക്കുകയാണെന്ന് അമ്മ പറയുന്നതിനാൽ ഷങ്ഷി സ്കൂളിലേക്ക് ഓടുന്നു. പക്ഷെ അവൾ ചെന്നപ്പോഴേക്കും അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും അടച്ചുപൂട്ടി പോയിരുന്നു. അവനെ കാണാൻ കഴിയാത്തതിന്റെ വിഷമത്തിൽ അവൾ ആകെ നിരാശയായി നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്ന് അവന്റെ വിളി കേട്ടത്. അവൻ അവിടുത്തെ ടാങ്കിന് മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു. സന്തോഷത്തോടെ അവൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. സത്യങ്ങളൊന്നും തുറന്നു പറയാതെ മറച്ചു വെച്ചതിന് അവൾ സോറി പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി നിന്റെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ക്ഷമയോടെ കാത്തുനിന്നതിന് അവൾ നന്ദി പറയുന്നു. ഷുജിയുടെ നെക്ലസ് എനിക്ക് അയച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അവൾക്ക് വേണ്ടി ഇന്നു മുതൽ ഞാൻ അതണിയും. അവൾ നമുക്കൊപ്പം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും. അവൾ പോകണമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം അവൾക്ക് വേണ്ടി പോകുമെന്നൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്ന് രാത്രി തന്നെ സോങ്ങിനെയും ജിയാങ്വിനെയും കൂട്ടി അവർ അവിടെ ഇരുന്ന് ഫയർ വർക്ക്സ് നടത്തി ആഘോഷിക്കുന്നുണ്ട്. 2 മാലയും കൂടി ഒരുമിച്ചാക്കി ഷാങ്ഷി കഴുത്തിലിട്ടിരിക്കുകയാണ്. ഷുജി കത്തിലെഴുതിയിരുന്ന ആഗ്രഹങ്ങളിൽ ഒന്നാമത് അവർ സാധിച്ചിരിക്കുകയാണ്. തന്റെ 1 വീക്ക് ഫ്രണ്ട്സ് ആയിരുന്നതിന് ഷാങ്ഷി അവർക്കെല്ലാം നന്ദി പറയുന്നു. അങ്ങനെ കുറെ കാലം വേദനകളിൽ കഴിഞ്ഞതിന് ശേഷം അവർ സന്തോഷകരമായ ജീവിതം ആസ്വദിച്ചു തുടങ്ങുന്നിടത്ത് ഈ സിനിമ അവസാനിക്കുകയാണ്.